കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നതോടെ മുഴുവൻ രോഗികളെയും ഒഴിപ്പിച്ചു. കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. കാഷ്വാലിറ്റി ബ്ലോക്കിലെ UPS റൂമിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മെഡിക്കൽ കോളേജിന്റെ മറ്റ് ബ്ലോക്കുകളിലേക്കും സമീപത്തെ ആശുപത്രികളിലേക്കുമാണ് രോഗികളെ മാറ്റിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ഇവിടെയുള്ള പേഷ്യന്റിനെ പരമാവധി മെയിൻ ബ്ലോക്കിലേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ബ്ലോക്ക് എവിടെയാണ് ഒഴിവുള്ള ICUവിലെല്ലാം കയറ്റാൻ TCCയിൽ റെഡിയാണ്. വെന്റിലേറ്ററും അവിടെ റെഡിയാണ്. പിന്നെ ബീച്ചിലും നമ്മൾ DMO വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇനി കണക്ക് എടുക്കണം. ന്യൂറോ സർജറിയിൽ ആ ഡോക്ടേഴ്സ് കൂടെ പോയിട്ടുണ്ട്, ഫയർഫോഴ്സിൻ്റെ കൂടെ. അത് 4ാമത്തെ നിലയിലാണ്. അതിന് ഷിഫ്റ്റ് ആക്കണമെന്ന് അവരോട് തീരുമാനിച്ചിട്ട് പറയാൻ പറ്റും. ഇല്ല, അതുകൊണ്ട് അവരവിടെ നിൽക്കുന്നുണ്ട്. മൂന്ന് ന്യൂറോ സർജറി ഡോക്ടേഴ്സും അതേപോലെ ഫയർഫോഴ്സിൻ്റെ ആളും പോലീസും കൂടെ മുകളിൽ പോയിട്ടുണ്ട്. അതിൽ 4 പേരായിട്ടുള്ളത്. അപ്പോൾ അവരെ മാറ്റണോ വേണ്ടി പുകയില്ലാത്തതുകൊണ്ട് അവരോട് തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാറ്റണം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് മാറ്റണം. അല്ല, അത് റെഡിയാക്കും. ഇല്ലെങ്കിൽ ഷിഫ്റ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ സ്റ്റാഫും വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് അണ്ടർ പ്രോപ്പർ സൂപ്പർവിഷൻ ഹാസ് ബീൻ ഷിഫ്റ്റഡ് ഔട്ട്. ആൻഡ് ഇപ്പോൾ ഉള്ള ബിൽഡിംഗ് ഓൾമോസ്റ്റ് ക്ലിയർ ആയതുകൊണ്ട് ഒന്നും കാഷ്വാലിറ്റി ഇല്ല. ചില പേഷ്യൻസ് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേറ്റസ് നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് അറിയിക്കാം. ആസ് ഓഫ് നൗ എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ. ഒരു പ്രശ്നമില്ലാതെ നമുക്ക് എല്ലാ പേഷ്യൻസ് സേഫ് ആണ്, സെക്യൂർ ആണ്. പിന്നെ വേറെ ഡാമേജും അത്ര അധികം ഇല്ല. അപകടത്തിന് ശേഷം 4 മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരണകാരണം വ്യക്തമല്ല. സിനോജ് തോമസും നൽകും വിശദാംശങ്ങൾ. സിനോജ്, എന്തായാലും രോഗികളെ പൂർണ്ണമായും ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിച്ചു എന്നതിൽ ആശ്വാസം തന്നെയാണ്. എന്നാലും ആശുപത്രിയിൽ നിന്ന് മാറ്റിയ രോഗികൾ, അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരുടെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? ആര്യ, ആകെ 34 രോഗികളെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. അത് സ്വകാര്യ ആശുപത്രികളുണ്ട്, ബീച്ച് ജനറൽ ആശുപത്രിയുണ്ട്, എല്ലാവരെയും അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വന്ന സമയത്ത് തന്നെ കണ്ടിരുന്നു മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റുന്നത് നമ്മൾ കണ്ടിരുന്നു. 2 മൃതദേഹം മാറ്റുന്നത് ഞാൻ നേരിട്ട് കാണുകയും ചെയ്തതാണ്. 4 മൃതദേഹങ്ങൾ കാഷ്വാലിറ്റിയിൽ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. T. സിദ്ദിഖ് MLAയും MK രാഘവൻ MP ഒക്കെ തന്നെ അത് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് മരണകാരണം എന്താണെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും അത്യാസന്ന നിലയിലുള്ള രോഗികളാണ് ആദ്യം മാറ്റം ചെയ്തത്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ? ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് കണ്ടത്? ഡെത്തായ പേഷ്യൻ്റ് ഉണ്ട്? 2 ഡെത്ത് കേസ് നമ്മളിവിടെ ഉണ്ടായിരുന്നു. പോലീസിനോട് പറഞ്ഞു ഞാൻ ഒരു 3-4 പേഷ്യൻറ്റിനെ വണ്ടിയിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ ആ സമയത്ത് മരിച്ചതാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബന്ധുക്കളോട് സംസാരിച്ചു. അപ്പോൾ അവർ മരിച്ചതെന്ന് പറഞ്ഞാൽ 2 ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ പോലീസിൻ്റെ പേപ്പർ ഇട്ടണമെന്ന് പറഞ്ഞാൽ ആംബുലൻസിൽ കയറ്റിയില്ല. ബാക്കിയുള്ളത് നമ്മളിങ്ങനെ കയറ്റി. അതിൽ ഇന്നലെ സർജറി കഴിഞ്ഞാൽ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ക്ലിപ്പ് ചെയ്തിട്ട് തല മൊത്തത്തിൽ ക്ലിപ്പ് ചെയ്തിട്ടുള്ള 2 പേഷ്യൻ്റ്, അത് പിന്നെ ബേബിയിലേക്ക് കൊണ്ടുപോയി എന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അത് നമ്മൾ കയറ്റി കൊടുത്തത്. പിന്നെ അതിൻ്റെ ശേഷമൊന്നും 2 കേസ് സീരിയസ് ആയിട്ട് ICU യൂണിറ്റുള്ളതിൽ തന്നെ കയറ്റി. ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തെ യൂണിറ്റിലേക്ക് മാറ്റാം, 16-17 വാർഡിലേക്ക് അപ്പുറത്ത് മാറ്റാമെന്ന് പറഞ്ഞ് അങ്ങനെ പോലീസും എല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത്. വിവരം അറിഞ്ഞാൽ കുറേ ആളുകൾ ഓടിയെത്തിയല്ലേ? ഓടി നിറയെ ആളുകളുണ്ടായിരുന്നു. പോലീസ് മാത്രമല്ല, ഇവിടെയുള്ള പേഷ്യൻ്റെ കൂടെ ഉള്ളവരും പുറത്തുള്ളവരും എല്ലാവരും കൂടിയിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഈ ഡെത്തായെന്ന് പറഞ്ഞാൽ നേരത്തെ ഡെത്തായതാണോ? നേരത്തെ ഡെത്തായതാണെങ്കിൽ മോർച്ചറിക്ക് മാറ്റണ്ടേ? ആ സമയത്ത് ആ 2 എണ്ണം ബാക്കിയുള്ള പേഷ്യൻ്റൊക്കെ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്നത്. ഇവിടെ ഓൾറെഡി ക്ലോസ് ചെയ്തുകൊണ്ട് ഫയർ അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് അങ്ങനെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ്. നേരത്തെ ഡെത്താണെങ്കിൽ എന്താണെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ ആണെങ്കിൽ പിന്നെ പേഷ്യൻറ്റോട് നമ്മൾ ചോദിക്കുന്ന സമയമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് മാറ്റേണ്ടതാണ്. അപ്പോൾ മോർച്ചറിക്ക് മാറ്റണ്ടേ? മോർച്ചറി അപ്പുറത്താണല്ലോ, അതിലേക്ക് മാറ്റേണ്ടതല്ലേ? എങ്ങനെയെങ്കിലും മോർച്ചറിയിലല്ലോ നിൽക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഒരു ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഡെത്തായി പോകും. കാരണം അത്രയും അതിനുള്ളിൽ നമുക്കൊന്നും കയറാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള പുകയാണ്. വലിയ പുകയായിരുന്നു. ഓക്സിജൻ സപ്ലൈ ഒക്കെ നിന്ന് പോയിട്ടില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കുരക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവർ ആണ്ട് കയറ്റാൻ സമ്മതിക്കണില്ല. നമ്മളെ കൂടെ ഉള്ളവർ അങ്ങോട്ട് നമ്മൾ പുറത്ത് വന്ന രോഗികളെ നമ്മൾ ആംബുലൻസിൽ കയറ്റി വിടുക ചെയ്ത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുണ്ടായിരുന്നു? ഉണ്ട്. ഒരു 4 രോഗികൾ കുറച്ച് ഗുരുതരാവസ്ഥയിലുള്ള അവരാണ് പുറത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. പിന്നെ ഇവിടുന്ന് യൂണിറ്റ്, പിന്നെ വെന്റിലേറ്റർ യൂണിറ്റൊക്കെ നമ്മൾ മൊബൈലിൽ ICUവിൽ കയറ്റിയിട്ട് ആംബുലൻസിൽ കയറ്റിയിട്ട് വിട്ടുകൊടുത്ത്. നമ്മൾ പേഷ്യൻസിന് ഷിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? വഴികൾ ആ സമയത്ത് കുറച്ച് സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ ആ ഗേറ്റൊക്കെ അടഞ്ഞു കിടക്കണോണ്ടുള്ള പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആ ഗേറ്റ് 2ാമത് അവിടുത്തെ ഗേറ്റ് തള്ളി നീക്കി. അവിടെ അത് ഏത് സമയത്ത് അടഞ്ഞിടുകയാണ്. അത് തള്ളി നീക്കിയിട്ട് പിന്നെ അതിൽ കൂടിയാണ് പോയത്. ആ സമയത്ത് കുറച്ച് റഷ് ഉണ്ടായിരുന്നു. പിന്നെ പോലീസൊക്കെ ആ സമയത്ത് വേണ്ട മാതിരി കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുറച്ച് ആ സമയത്ത് ഒരുപാട് പേഷ്യൻ്റ് ഒന്നിച്ച് വന്നപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു ആ സമയത്ത്.
ആര്യ രക്ഷാപ്രവർത്തനം നടത്തിയ ആളാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് 4 മൃതദേഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് എന്താണ് മരണകാരണമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ ഒഫീഷ്യലായിട്ട് പറയേണ്ടതുണ്ട്. ഏതായാലും ടി സിദ്ദിഖ് MLA, MK രാഘവൻ MP ഒക്കെ തന്നെ പറയുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷമാണ് ബോഡി മാറ്റിയെന്ന് പറയുന്നുണ്ട്. ഏതായാലും മരിച്ചിട്ടുണ്ടെങ്കിൽ ബോഡി നേരത്തെ തന്നെ മാറ്റേണ്ടല്ലായിരുന്നു എന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആൾ സ്വാഭാവികമായിട്ട് ഉന്നയിക്കുന്ന ഒരു ചോദ്യം കൂടി. അതിന് ഉത്തരം മെഡിക്കൽ കോളേജ് അധികൃതർ നൽകേണ്ടതാണ്. ഏതായാലും നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉൾപ്പെടെ വന്ന് കാര്യങ്ങൾ പുകയൊക്കെ തന്നെ സിനോജ്, അവിടുത്തെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? അതും ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ രോഗികളെയും തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാത്രമാണോ മാറ്റിയിട്ടുള്ളത്? അതായത് ഗുരുതരാവസ്ഥയിലുള്ളവരെ ഉൾപ്പെടെ എങ്ങോട്ടേക്കാണ് മാറ്റിയിട്ടുള്ളത്? അതായത് 34 പേഷ്യൻസ് ആണ് ഈ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ സ്വകാര്യ ആശുപത്രിയുടെ കാഷ്വാലിറ്റി, ഒപ്പം തന്നെ ബീച്ച് ജനറൽ ആശുപത്രി, ഇവിടേക്കൊക്കെ തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. നിലവിൽ കാഷ്വാലിറ്റിയിൽ കൗണ്ടർ പുറത്തേക്ക് മാറ്റി രോഗികൾ ബൈസ്റ്റാൻഡേഴ്സിന് അവരുടെ ഫയലുകളൊക്കെ തന്നെ പുറത്ത് കൈമാറുന്നുണ്ട്. അത്യാവശ്യമായി പഴയ കാഷ്വാലിറ്റി തുറക്കാനും ബീച്ച് ജനറൽ ആശുപത്രിയിൽ കാഷ്വാലിറ്റി പ്രവർത്തനം തുടങ്ങാനും നിർദ്ദേശം ആരോഗ്യമന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയൊക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. നമുക്ക് DP ഇവിടെ സാറേ ഒരു കാര്യം, പേഷ്യൻസിന് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയില്ലേ? പേഷ്യൻ്റ് കംപ്ലീറ്റ് മാറ്റി. ടോട്ടൽ എത്ര പേരാ? ഇവിടെ 35 പേര് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജനറൽ ആശുപത്രിയാണോ? കൂടുതൽ ജനറൽ ആശുപത്രി. നിലവിൽ നമുക്കിത് എപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും അറിയോ? അത് നമ്മളല്ല, അതിൻ്റെ എക്സ്പേർട്ടുകൾ പറയണം ഈ ബിൽഡിങ് ഇനി യൂസ് ചെയ്യാൻ പോകാൻ പറ്റുമെന്നുള്ളത്. താൽക്കാലികമായിട്ട് നമ്മളിപ്പം ബീച്ചിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ താൽക്കാലിക സജ്ജീകരണം ഒരുക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യും. ഓൾഡ് ബ്ലോക്കിൽ നമ്മൾ പഴയ കാഷ്വാലിറ്റി നടന്ന ബ്ലോക്കിലേക്ക് തന്നെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഇപ്പോൾ അവിടെ ഒരു വാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ വാർഡ് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്യണം. പഴയ കാഷ്വാലിറ്റി ഓപ്പൺ ആക്കാനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ മറ്റേതെങ്കിലും കാഷ്വാലിറ്റി ഡെത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതൊക്കെ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ പ്രിൻസിപ്പൽ റിസോഴ്സ് പറയണം. ഓക്കെ, ആര്യ DPM സംസാരിച്ചത്. ഏതായാലും മെഡിക്കൽ കോളേജിൽ പഴയ കാഷ്വാലിറ്റി ഉണ്ട്. ഈ കാഷ്വാലിറ്റി പ്രവർത്തനം തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ള 2023 മാർച്ച് 4 ഈ കാഷ്വാലിറ്റി കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിന് മുൻപുണ്ടായിരുന്ന പഴയ കാഷ്വാലിറ്റി ഉണ്ട്. അവിടേക്ക് താൽക്കാലികമായി കാഷ്വാലിറ്റി പ്രവർത്തനം തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം നിലവിലെ ഈ കാഷ്വാലിറ്റി തീപിടുത്തവും പുകയും വന്ന ശേഷം വലിയ രീതിയിൽ അലങ്കോലപ്പെട്ട് പോയിട്ടുണ്ട്. അതായത് ഫയർഫോഴ്സ് എത്തി വെള്ളം ചീറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫർണിച്ചറുകളൊക്കെ നനഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് മുഴുവൻ എടുത്തു മാറ്റിയത് തിരികെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിലും മൊത്തം വെള്ളമാണ് ഈ ആശുപത്രി കെട്ടിടത്തിനകത്തുള്ളത്. അതോടൊപ്പം തന്നെ UPS റൂമിൽ നിന്നാണ് പുക വന്നതെന്ന് പറയുന്നു. ആ പുക ഉണ്ടായ സാഹചര്യം എന്താണ്, ഷോർട്ട് സർക്യൂട്ട് എവിടെയാണ്? കാരണം ഇലക്ട്രിക്കൽ സംവിധാനം പരിശോധിച്ച് മാത്രമേ ഈ കാഷ്വാലിറ്റി പ്രവർത്തനം പുനരാരംഭിക്കാൻ സാധിക്കുള്ളൂ. കാരണം ഓക്സിജനും വെന്റിലേറ്റർ സൗകര്യമൊക്കെ തന്നെ ഉൾപ്പെടുത്തി മാത്രമേ ഈ കാഷ്വാലിറ്റി പ്രവർത്തനം പുനരാരംഭിക്കാൻ സാധിക്കത്തുള്ളൂ. നിലവിൽ ദൃശ്യങ്ങൾ കാണുന്നത് കാഷ്വാലിറ്റിയിലുള്ള റിസപ്ഷൻ ഓഫീസ് പുറത്തേക്ക് മാറ്റിയിട്ട് രോഗികൾക്ക് വേണ്ട, വൈസ്റ്റാൻഡേഴ്സിന് വേണ്ട ചീട്ടുകളും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ എഴുതി കൊടുക്കുകയാണ്. ഇവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന രോഗികളുടെ മെഡിക്കൽ രേഖകൾ കൈമാറുന്ന ജോലികളാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം രോഗികളെ പല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് തന്നെ അവരുടെ രേഖകളും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയാണ് ഉള്ളത്. ഏതൊക്കെ രോഗികളുണ്ടായിരുന്നു ആ രോഗികളുടെ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ചു. കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്ന് സ്ഥിരീകരിച്ചു. അങ്ങനെ അടിയന്തരമായി ചികിത്സ ആവശ്യമുള്ള എല്ലാ രോഗികളെയും അവർക്കൊപ്പം ബൈസ്റ്റാൻഡേഴ്സിനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ കൃത്യമായി ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നത് മറ്റ് നടപടിക്രമങ്ങൾ, ബില്ലുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ട ആ നടപടിക്രമങ്ങളിൽ ബാക്കിയുള്ളവർ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിൽക്കുന്നതെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആര്യ, തീർച്ചയായിട്ടും രോഗികളെ ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ ആംബുലൻസ് എത്തി മാറ്റിയിട്ടുണ്ട്. അവരുടെ ബൈസ്റ്റാൻഡേഴ്സ്, ഒപ്പം തന്നെ ഇതിൻ്റെ 4ാം നിലയിലാണ് ന്യൂറോ വാർഡുള്ളത്. അവിടത്തേക്ക് പുക എത്താത്തതുകൊണ്ട് രോഗികളെ മാറ്റിയിരുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട്. അതിൽ ചില രോഗികൾ നടന്നു പോകാൻ പറ്റുന്ന രോഗികളൊക്കെ തന്നെ നടന്നിറങ്ങിയിരുന്നു. ഈ സംഭവം കൊണ്ട് ഭയന്ന് നടന്നിറങ്ങിയിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. നാളത്തേക്ക് കൂടി ചിലപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്നറിയില്ല. കാരണം വെച്ചാൽ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളൊക്കെ തന്നെ ശരിയാക്കേണ്ടതുണ്ട്. ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാക്കി മാത്രമേ ഈ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുള്ളൂ. ഒപ്പം തന്നെ കാഷ്വാലിറ്റി വൃത്തിയാക്കേണ്ടതുണ്ട്. ഫയർഫോഴ്സ് വെള്ളം ചീറ്റിയതുകൊണ്ട് മുഴുവൻ നനഞ്ഞു കിടക്കുകയാണ്. ഈ വയറിംഗ് സംവിധാനത്തിലൊക്കെ തന്നെ വെള്ളം വീണിട്ടുണ്ടാവും. കിടക്കുകളൊക്കെ തന്നെ നനഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടൊക്കെ അത് മുഴുവൻ വൃത്തിയാക്കിയ ശേഷം മാത്രമേ കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് താൽക്കാലികമായി ബീച്ച് ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലെ പഴയ കാഷ്വാലിറ്റിയിലുമായിട്ടായിരിക്കും ഇനിയുള്ള കാഷ്വാലിറ്റി പ്രവർത്തനം നടക്കുകയും ചെയ്യുക. ഏതായാലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുമ്പോഴും 4 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയെന്നൊരു ആരോപണം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്.
ഏതായാലും അതിൻ്റെ വസ്തുത അറിയേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജ് അധികൃതർ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അവർ പറയുന്നത് ഇവിടെ വെച്ച് ഗുരുതരാവസ്ഥയിൽ വന്ന രോഗികളായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നു, ഒരു 7:30 മണിയോടുകൂടി ഒരു പുക വരുന്നു, UPS റൂമിൽ നിന്ന് ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു. വളരെ വേഗം ഈ കാഷ്വാലിറ്റിക്കകത്ത് വലിയ പുക നിറയുന്നു. ആളുകൾ ശ്വാസം മുട്ടി പുറത്തേക്ക് ഓടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഓക്സിജൻ മാസ്ക് ഒക്കെ ധരിക്കുന്ന രോഗികളുണ്ടെങ്കിൽ അവർ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം എന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നത്. ഏതായാലും മെഡിക്കൽ കോളേജ് അധികൃതർ അത് സ്ഥിരീകരണം നൽകേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോഴും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെയുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് അവരുടെ ജോലി കഴിഞ്ഞ് സാധനങ്ങളൊക്കെ തന്നെ എടുത്ത് മടങ്ങുന്നു. പുക മുഴുവൻ അവർ കാഷ്വാലിറ്റി ഭാഗത്ത് നീക്കിയിട്ടുണ്ട്. ഇനിയുള്ളത് ഇലക്ട്രിക്കൽ വിഭാഗം വന്ന് ഈ പരിശോധന നടത്തി ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ കാരണം കണ്ടെത്തിയത് പരിഹരിച്ച് ഇലക്ട്രിക്കൽ സംവിധാനം ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഈ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുള്ളൂ. കാരണം ഓക്സിജനും വെന്റിലേറ്റർ സഹായം ഉൾപ്പെടെ എല്ലാം വേണ്ടതാണ്. അതുകൊണ്ട് ആ ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ ഈ എമർജൻസി കാഷ്വാലിറ്റി വിഭാഗത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുള്ളൂ. ഒപ്പം തന്നെ ഈ ഫയർഫോഴ്സ് സീറ്റ് വെള്ളം മുഴുവൻ കാഷ്വാലിറ്റിക്കകത്തുണ്ട്. അത് മുഴുവൻ തുടച്ച് വൃത്തിയാക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. ആര്യ, അതായത് ആശുപത്രി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇനി നടക്കേണ്ടത് എന്നാണ്. പുക പൂർണ്ണമായും ഒരുപക്ഷെ നീക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.